ജീവിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റൊരാളുടെ കീഴിൽ പോയി ജോലി ചെയ്തെടുക്കാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു കുടുംബം ചെറിയ രീതിയിലെങ്കിലും എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് ചെറിയ രീതിയിലെങ്കിലും ഒരു കട തുടങ്ങാം, ഒരു പെട്ടിക്കടയിട്ട് ആ ഒരു കുടുംബം മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ചെറിയ രീതിയിലുള്ള ഒരു പെട്ടിക്കടയിട്ടു. അതിൽ നിന്ന് കിട്ടുന്ന ഉപജീവന മാർഗമായിരുന്നു അവരുടെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം. എന്നാൽ എന്താ പറയുക, മറ്റുള്ളവരുടെ ചട്ടിയിൽ കൈയിട്ട് വാരി തിന്നുക എന്നുള്ള ഒരു സ്വഭാവമുള്ള പല ആളുകളും ഇപ്പോഴും നമുക്കിടയിലുണ്ടല്ലോ അല്ലേ. അങ്ങനെയുള്ള ആളുകൾ അവരുടെ ആ ഒരു കൊച്ചു കടയിൽ നിന്ന് അവരുണ്ടാക്കിയിരുന്ന ആ ഒരു സമ്പാദ്യം, അവിടെ വെച്ചിരുന്ന ബാക്കി സാധനങ്ങൾ അതെല്ലാം എടുത്തുകൊണ്ട് പോയി. ഇങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സാക്ഷിയില്ലേ കുറച്ചെങ്കിലും? പാവപ്പെട്ട അത്രയും പാവപ്പെട്ട ഒരു കുഞ്ഞു കട, ആ ഒരു കടയിൽ കയറിയിട്ട് എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിക്കാൻ തോന്നുന്നത്? എത്രയും ക്രൂരമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഉടമകളായിരിക്കും അവരപ്പോൾ. ആ ഒരു കുഞ്ഞു കട കണ്ടാൽ തന്നെ ആ ഒരു കടയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. കട ഇതെൻ്റെ ജീവിത ഉപജീവന മാർഗം ഇതാ. ഇതിനകത്തിരുന്ന് നാരങ്ങ, ബീഡി, സിഗരറ്റ്, മുറുക്കാനുകൾ, ബിസ്ക്കറ്റ്, സോപ്പ് പൊടിയൊക്കെ ഉണ്ടായിരുന്നു, ലേസ് ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഒത്തിരി സാധനമുണ്ട്. മുട്ടായിയുടെ ഡബ്ബകൾ മാത്രം ഇവിടെ അച്ചാൻ്റെ കടയുടെ അവിടെ ഇട്ടായിരുന്നു. ആ ഡബ്ബകളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ പൈസ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ചാമക്കായി കച്ചവടത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ ഈ ഒരു 8-9 കിലോ നാരങ്ങ വാങ്ങിച്ച്. അപ്പോൾ അവിടെ കച്ചവടം ഒത്തിരി നടന്നില്ല, അതുകൊണ്ട് ഇതിനകത്ത് ഇട്ടേക്കുമായിരുന്നു. ഇതിൻ്റെ കീഴിലിരിക്കുമായിരുന്നു. ഇതിനകത്തൊരു 7 കിലോ നാരങ്ങയിലും കാണും. ആ നാരങ്ങ, ബീഡി, സിഗരറ്റ്, ഇത് നിറച്ച് സിഗരറ്റ് ഉണ്ടായിരുന്നു, ഇത് നിറച്ച് ബീഡികളുണ്ടായിരുന്നു. പിന്നെ പാക്ക്, വെറ്റ എല്ലാം കൊണ്ടുപോയി. പിന്നെ അതുകൊണ്ട് ഇത് ഞങ്ങളുടെ പൈസ പെട്ടി ഇതായിരുന്നു. ഇതിനകത്ത് ഇത് ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയതാ. ഇതിനകത്ത് കിടന്നത് ഈ 1 രൂപ മാത്രം ഉണ്ടായിരുന്നു. മൊത്തം ഞങ്ങളാണെങ്കിൽ ഞാനും എൻ്റെ ഒരു ബന്ധുവും കൂടെ. അപ്പം ഈ കിട്ടുന്നതിൽ തുച്ഛമായിട്ട് ഞങ്ങൾക്ക് ലോണുണ്ട്, വണ്ടിയുടെ ഉണ്ട്, പിന്നെ ഓരോരോ ഇത് ഉള്ളതുകൊണ്ട് ഓരോരുത്തരുടെയും പേരെഴുതി ഞങ്ങളിങ്ങനെ കുറേ പാട്ടുകൾ ഇവിടെ വെച്ചേക്കും. ഇതാണ് ഇങ്ങനെ പണയം അങ്ങനെ വെച്ച് കുറേ പാട്ടുണ്ട്. അത് ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ ഈ പാട്ടയ്ക്കകത്ത് കിട്ടുന്നത് തുച്ഛമായിട്ടുള്ളത് 100 എങ്കിൽ 100, 50 അങ്ങനെ ഇവിടെ വെച്ചിരുന്നു. അപ്പോൾ അതും പിന്നെ ചാമക്കായിൽ നിന്ന് ഞങ്ങൾ കച്ചവടം ചെയ്തു വന്നത്. കണ്ടോ, സാധാരണ ഒരു പെട്ടിക്കട, ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു കട, അവിടെയൊക്കെ കയറി മറ്റുള്ളവരുടെ ആ ഒരു സമ്പാദ്യത്തിൽ നിന്ന് കൈയിട്ട് വാരാനുണ്ടായ അവരുടെ ഒരു മനസ്സുണ്ടല്ലോ, അതിന് നമ്മൾ എന്തായാലും കാണാതെ പോകരുത്. അത്രയും ഒരു ഗതികെട്ട ആളുകൾ തന്നെയായിരിക്കും ആ ഒരു പണി ചെയ്തിട്ടുണ്ടാവുക. അത്രയും ദ്രോഹികളായിട്ടുള്ളവർ, നീചന്മാർ, അങ്ങനെ തന്നെ അവരെ വിശേഷിപ്പിക്കാം. ഇതിൽ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറയുന്നത്, അങ്ങനെ സംശയമോ വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് അറിയോ സംശയമൊന്നുമില്ല. ഇതാരാണ് ചെയ്തത്, എന്തിനു വേണ്ടിയാണ് ചെയ്തത് ഒന്നും ഒരു പിടുത്തമില്ല. എന്തായാലും ഇങ്ങനെ ചെയ്തവരെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. അവരെ എന്തായാലും തീർച്ചയായും കണ്ടെത്തുകയും അവർക്കായിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയും വേണം. മറ്റ് വലിയ വലിയ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ടിപ്പ് വരെ കൊടുക്കാൻ മനസ്സുള്ള നമ്മൾ, എന്നാൽ ഇങ്ങനെ പാവങ്ങളായിട്ടുള്ള ചെറുകിട കച്ചവടം ചെയ്യുന്ന ആളുകളിൽ നിന്ന് കണക്ക് പറഞ്ഞ് സാധനങ്ങൾ മേടിക്കുന്നവരാണ് നമ്മളിൽ പലരും. അവിടെ അവർക്ക് 1 രൂപ കൂട്ടി കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു ലാഭം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കാനോ ഒന്നും നമ്മളിൽ പല ആളുകൾക്ക് മനസ്സില്ല. എന്നാൽ വലിയ വലിയ ഹോട്ടലുകളിൽ പോയാൽ അതിനുള്ള ടിപ്പ് കൊടുക്കാനോ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു പൈസക്ക് ആ ഒരു സാധനം വാങ്ങി തിന്നാനോ നമുക്കൊരു മടിയുമില്ല. ഇപ്പോഴും ഇങ്ങനെയുള്ള ചെറുകിട കച്ചവടക്കാരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു ചേച്ചിയുടെ ശാപം ഒരിക്കലും ആ എടുത്ത ആളുകളെ ഒരിക്കലും വെറുതെ വിടില്ല. കാരണം അത്രയും ബുദ്ധിമുട്ടിക്കൊണ്ടാണ് അവർ ആ ഒരു കച്ചവടം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഒരുപാട് കടങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനമാണ് അവരുടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത്. ആ ഒരു സാധനം ആ കടയിൽ നിന്ന് എടുത്തു കൊണ്ടുപോയവർക്ക് എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ആ ഒരു ചേച്ചിയുടെ കണ്ണീരിനത്ര അത് വില പോകില്ല.